തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത നാശം വിതച്ചിരിക്കുകയാണ് ഫേഞ്ചൽ ചുഴലിക്കാറ്റ്. പുതുച്ചേരിയിൽ പ്രളയ സമാന സാഹചര്യമാണ്. 30 വർഷത്തിന് ശേഷം റെക്കോർഡ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിരവധി ഹൗസിംഗ് കോളനികൾ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. വാഹനങ്ങളും മുങ്ങി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും NDRFും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. ആന്ധ്ര തീരത്തും മഴ തുടരുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങിയ ഫേഞ്ചൽ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി ഇപ്പോൾ മാറുകയും ചെയ്തിട്ടുണ്ട്. AP നദീറ ചേരുന്നു വിശദാംശങ്ങളുമായി. നദീറ, പുതുച്ചേരിയിൽ റെക്കോർഡ് മഴയാണ് ലഭിച്ചത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? തമിഴ്നാട്ടിലാകെ ഈ ഫേഞ്ചൽ ചുഴലിക്കാറ്റ് എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? ഇന്നലെ രാവിലെ തുടങ്ങിയ മഴ ഇടമുറിയാതെ പെയ്യുകയാണ് ഈ പുതുച്ചേരിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രളയ സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എവിടെ നോക്കിയാലും വെള്ളക്കെട്ട് എന്ന അവസ്ഥയാണുള്ളത്. വെള്ളം ഒഴിഞ്ഞ് കടലിലേക്ക് പോകാത്ത അവസ്ഥയാണുള്ളത്. മിക്ക ഹൗസിംഗ് കോളനികളും വെള്ളക്കെട്ട് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പലയിടത്തും ആളുകൾക്ക് പുറത്തിറങ്ങാനേ സാധിക്കുന്നില്ല. ഇപ്പോൾ ആർമിയും അതുപോലെ തന്നെ NDRF സംഘവും എത്തി പല വീടുകളിൽ നിന്നും ആളുകളെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശപ്രകാരം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു. പലയിടങ്ങളിലും സ്വകാര്യ സർക്കാർ സ്കൂളുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എണ്ണത്തിൽ കൂട്ടേണ്ട അവസ്ഥയാണുള്ളത്. അത്രയും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഇവിടെ വന്നിരിക്കുകയാണ്. വെള്ളക്കെട്ട് ഒഴിയണമെങ്കിൽ മഴ കുറച്ചെങ്കിലും നിൽക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കാറ്റിൻ്റെ വേഗം മാത്രമാണ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. മഴയുടെ തോത് കുറയാതെ തന്നെ നിലനിൽക്കുകയാണ്. റെഡ് അലേർട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. പുതുച്ചേരിയുടെ ഭാഗമായ കാരിക്കലിലും അവസ്ഥ വ്യത്യസ്തമല്ല. ഇപ്പോൾ വിഴുപ്പുറം ജില്ലയിലാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അവിടെയും റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. വിഴുപ്പുറത്തും നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. ആളുകൾ പല സ്ഥലത്തും കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ആളുകളെ രക്ഷിച്ച് പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. മഴ രാവിലെ വരെ ഈ രീതിയിൽ തുടരുമെന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. വിനിത, ശരി. AP നദീറയാണ് വിവരങ്ങൾ നൽകിയത്.